പ്രിയമുള്ളവരെ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന അണ്ടർ വാട്ടർ ടണൽ ആൻഡ് ടണൽ എക്സ്പോയുടെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങളും എക്സ്പോ കാണാൻ പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. എല്ലാവരും കണ്ട് ആസ്വദിക്കുക. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിച്ച് വരിക. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ എല്ലാവർക്കും 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പ്രവേശന കവാടം തന്നെ ഒരു അണ്ടർ വാട്ടർ ഏരിയ പോലെയാണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കുട്ടികളെയൊക്കെ കൂട്ടി ആസ്വദിച്ച് പോവുക. 1 മാസം എന്തോ ഉള്ളെന്നാണ് അറിവ്. അപ്പോൾ കഴിയുന്നതിന് മുന്നേ എല്ലാവരും വന്ന് നമ്മുടെ പത്തനംതിട്ടയിൽ വന്നപ്പോൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ വന്ന് കണ്ടുപോവുക. മറ്റ് ജില്ലകളിലൊക്കെ വന്നപ്പോൾ പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളും. പത്തനംതിട്ടയിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റി. കഴിവതും വൈകുന്നേരം വരുന്നതാണ് നല്ലത്. ലൈറ്റ്സൊക്കെ ഇട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. ഒരുപാട് മത്സ്യങ്ങളുണ്ട്. നമ്മൾ അടുത്ത് അറിയാത്ത കുറേയധികം മത്സ്യങ്ങളെ ഞാൻ അവിടെ കണ്ടു. ടിക്കറ്റിന് 150 രൂപ കൊടുത്ത് കയറിയതിന് ശേഷം ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എന്തെല്ലാം ഐറ്റംസ് എടുക്കുന്നോ അതിനെല്ലാം പ്രത്യേക എമൗണ്ടുകൾ കൊടുക്കണം. അല്ലാതെ 150 രൂപയ്ക്ക് സ്റ്റാളുകളും കുട്ടികളുടെ റൈഡുകളും ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. അതിനെല്ലാം പ്രത്യേകം എമൗണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും എൻ്റെ വീഡിയോസിലൂടെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മടങ്ങി വരിക. മത്സ്യങ്ങളുടെ പ്രദർശനം കഴിഞ്ഞാൽ ഉടൻ മറ്റൊരു ഭാഗത്ത് സ്കൂബ ഡൈവിങ്ങും മത്സ്യകന്യകകളുടെ നീന്തലും ഒക്കെ കാണാം. അതൊരു പ്രത്യേക ഭംഗിയാണ്. കുറേ സമയം അവിടെ നിന്ന് നമുക്ക് അത് ആസ്വദിക്കാവുന്നതാണ്. 2 സ്കൂബ ഡൈവേഴ്സും 2 മത്സ്യകന്യകളും നീന്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ മത്സ്യകന്യകകളെ കണ്ട് മുന്നോട്ട് കടക്കുമ്പോൾ അവിടെ റോബോട്ടിക് ഷോ നടക്കുകയാണ്. റോബോട്ടിക് ഷോയ്ക്ക് പ്രത്യേക ഫീസൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് സ്റ്റാളുകളുടെ തുടക്കമാണ്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. കയ്യിൽ പൈസയൊക്കെ ആയിട്ട് പോയാൽ നിറയെ സാധനങ്ങളുമായിട്ട് ഇറങ്ങാം. എല്ലാം നല്ല വില കൂടുതലാണ് കേട്ടോ. ഒന്നിനും ഒരു വിലക്കുറവുമില്ല. കൂടുതലും ബുക്കിംഗ് ഉള്ള ഐറ്റംസാണ്. 500 രൂപയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്താൽ
നമ്മൾക്ക് പിന്നീട് അത് വീട്ടിൽ എത്തിക്കുകയോ അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റാളുകളുടെയൊക്കെ രീതി. ഞാൻ ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് കുറേ അധികം സമയം നമ്മൾക്ക് അവിടെ ചിലവഴിക്കാനെ കൊണ്ട് സാധിച്ചു. ഓരോ സ്റ്റാളും കണ്ടിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് മുന്നോട്ട് നടന്നത്. അപ്പോൾ സ്റ്റാളുകളൊക്കെ കണ്ട് മടങ്ങി വരിക. പുസ്തക പ്രേമികൾക്കായിട്ട് നല്ലൊരു പുസ്തക സ്റ്റാൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേയധികം സമയം അവിടെ നിന്ന് പുസ്തകങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കാം. കുറേയധികം നോവലുകളും കഥകളും ഒക്കെ ഞാൻ കണ്ടു. കൊച്ചുകുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പരമാവധി ആ സ്റ്റാള് പ്രയോജനപ്പെടുത്തുക. ഒരു ആയുർവേദം
കുറേ അധികം ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും പ്രത്യേകം രൂപയാണ്. നമ്മൾ 150 രൂപ കൊടുത്തിട്ട് അകത്ത് കയറി കഴിഞ്ഞ് ഇതിനെല്ലാം സ്പെഷ്യലായിട്ട് പൈസ എടുക്കേണ്ടതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഇനിയും കാണാൻ ഉള്ളവർ വന്ന് എത്രയും പെട്ടെന്ന് കണ്ടാസ്വദിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ.